അത് ഈ വീട് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനൊരു ലോൺ എടുത്തതാണ്. ലോണ് തിരിച്ചടക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരു രീതിയിലായിരുന്നു. പതുക്കെ അടക്കാമെന്നൊക്കെയുള്ള ധാരണയുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ച മാതിരി നമുക്ക് അതിനുള്ള സാമ്പത്തിക സ്രോതസ്സൊന്നും ഇല്ലല്ലോ. പരിഹരിക്കാൻ എന്ന് പറയുന്നത് നോക്കട്ടെ, എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടെ. വിൽക്കാനൊന്നുമില്ല ഇനി. അത് എന്താ മാർഗം നോക്കണം. ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല, കാരണം അത് എൻ്റെ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട്. അതൊക്കെ ഒരു നന്മയുടെ ഭാഗമായിട്ട് പറയുന്നതാണല്ലോ. പക്ഷെ പാർട്ടി ഇതിലൊരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ഒറ്റക്കാണല്ലോ എൻ്റെ കാരണക്കാരൻ. അതുകൊണ്ട് പാർട്ടിക്ക് ഇതിലേക്ക് വലിച്ചേക്കണ്ട. അല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ നേതാക്കളൊക്കെ ആയിട്ട് ആലോചിക്കാം, എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം. അല്ലാതെ അല്ല, അതിപ്പോൾ എൻ്റെ പിതാവും അങ്ങനെ തന്നെ ആയിരുന്നല്ലേ, പാർട്ടിക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അന്നും അദ്ദേഹവും ഉള്ള കാലത്തും ഇത് ബാങ്കിലായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലൊന്നും അങ്ങനെ വലിയ സമ്പന്ന ഒരു കുടുംബമല്ലല്ലോ. ഭാര്യ വീടും അവരൊക്കെ വളരെ ഒരു മിതമായി ജീവിക്കുന്ന ആളുകളാണ്. എന്തെങ്കിലും വഴി വരാതിരിക്കൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാർഗം വരെയായിരിക്കും. ഞാൻ എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക്കാണ്. കാരണം ഇതുവരെ വന്നില്ലേ, ഇപ്പോൾ 63 വയസ്സ് വരെ വന്നല്ലോ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വന്നല്ലോ. പിന്നെ ഈ ഒരു ഫാഗ് എൻഡിൽ വലിയ പ്രശ്നങ്ങൾ വന്ന് ചേരേണ്ടതില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടപ്പോൾ വല്ലാതെ സങ്കടം തോന്നി. മറ്റൊന്നുകൊണ്ടുമല്ല കേട്ടോ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് മുനീർ സാഹിബ് വളരെയധികം ആഗ്രഹിച്ചിരുന്നു സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ട്. അവിടെയും പാർട്ടി പരിഗണിച്ചില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പാർട്ടി കുറച്ചുകൂടി സൗകര്യപ്രദം നോക്കിയിട്ട്, കൺവീനിയൻസ് നോക്കിയിട്ട് ആണ് മുനീർ സാഹിബിനെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയത്. അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ അന്നൊക്കെ മനസ്സിൽ ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പാർട്ടിയാണല്ലോ വലുത്. പാർട്ടി എന്ത് തീരുമാനിക്കുന്നു അതിനപ്പുറത്തേക്ക് അത് ഉൾക്കൊള്ളുക എന്നല്ലാതെ പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ഒരു രീതി, ഒരു സ്വഭാവം, അങ്ങനെ ഒരു സിസ്റ്റം നമുക്കറിയാത്തത് കൊണ്ടും അത് അവിടെ നമ്മൾ ഉപേക്ഷിച്ചതുമാണ്. അതുമാത്രമല്ല, കോഴിക്കോട് സൗത്തിൽ ഫൈസൽ ബാബുവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം മുനീർ സാഹിബ് ഒരു വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനം നടത്തിയിട്ട് മുനീർ സാഹിബ് ഒരു കമ എന്നൊരക്ഷരം പാർട്ടിക്കെതിരെയോ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെയോ ഒരു കമ എന്നൊരക്ഷരം മിണ്ടിയില്ല എന്ന് മാത്രമല്ല, മറിച്ച് താൻ ഫൈസൽ ബാബുവിന് വേണ്ടിയും പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുമുള്ള എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം അടിവരയിടുകയും ചെയ്തു. അതവിടെ നിൽക്കട്ടെ. ഇവിടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കോഴിക്കോട്ട് സൗത്തിലെ മുനീർ സാഹിബിൻ്റെ വീട്, മുനീർ സാഹിബിൻ്റെതെന്ന് പറഞ്ഞാൽ ഹരിത പതാക നെഞ്ചോട് ചേർക്കാൻ നമ്മളെ വല്ലാതെ പ്രേരിപ്പിച്ച ഘടകം, ആ ഘടകങ്ങളിൽ ഒന്നാണ് CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന ഒരു വ്യക്തി. അല്ലേ, CH ഈ ലോകത്തോട് വിട പറയുമ്പോൾ CHന് ബാങ്ക് ബാലൻസുകൾ ഉണ്ടായിരുന്നില്ല. ബാലൻസ് ഷീറ്റിൽ, CHൻ്റെ ബാലൻസ് ഷീറ്റിൽ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ വരെ ഇരുന്ന CHൻ്റെ ബാലൻസ് ഷീറ്റിൽ അവിടെയും നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സമ്പാദ്യങ്ങളൊന്നും ഒരുക്കൂട്ടി വെച്ചിട്ടല്ല ഈ പറയുന്ന CH മുഹമ്മദ് കോയ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അവിടെ അതേ പാതയിൽ തന്നെയാണ് മുനീർ സാഹിബ് എന്നുള്ളത് നമ്മളെ വല്ലാതെ വിസ്മയിപ്പിക്കുകയാ, വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാ. ആ മനുഷ്യനോട് എന്തെന്നില്ലാത്തൊരു വല്ലാത്ത സ്നേഹം, വല്ലാത്തൊരു കടപ്പാട് എനിക്ക് തോന്നുകയായിപ്പോൾ. അല്ലേ, പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മകനും അതേ വഴിയിൽ പാർട്ടിക്ക് വേണ്ടി മന്ത്രി കസേരയിലും MLA പദവിയിലും നിയമസഭാ അംഗമെന്നുള്ള രീതിയിലുമൊക്കെ ശോഭിച്ച മുനീർ സാഹിബ് മന്ത്രി കസേരയിൽ ഇരുന്ന വ്യക്തി വർഷങ്ങൾക്കിപ്പുറം എന്താ കേൾക്കുന്നത്?
ഒരു 50 ലക്ഷം രൂപ എടുത്ത് തിരിച്ചടക്കാനില്ലാത്തതിന് വീട് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു എന്നുള്ള വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്ത. പക്ഷേ ആ നോട്ടീസ് വന്നത് മുസ്ലിം ലീഗിൻ്റെ MLA, മുസ്ലിം ലീഗിൻ്റെ നേതാവിനാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിമാനമുണ്ട്. അഭിമാനിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് മന്ത്രി കസേരയിൽ ഇരുന്ന വ്യക്തിക്ക് 50 ലക്ഷം രൂപ തികച്ചെടുത്ത് കൊടുക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ആലോചിക്കണം. ഒരു ദിവസം അടവ് തെറ്റിയപ്പോൾ വന്നിട്ട് EMI അടക്കുന്നത് തെറ്റിയപ്പോൾ വന്നിട്ട് മുനീർ സാഹിബ് നിങ്ങളുടെ വീട് ഞാൻ ജപ്തി ചെയ്യാൻ പോവുകയാണെന്ന് ബാങ്ക് പറഞ്ഞതല്ല. പല തവണകളായിട്ട് അടവ് മുടങ്ങി, പല തവണകളായി സെറ്റിൽമെൻറ്റിനും കോംപ്രമൈസിനുമുള്ള വിട്ടുവീഴ്ചകൾ നൽകി, ഒന്നും നടക്കാതെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ നേതാവ്, ആ നേതാവിൻ്റെ കൈകളിൽ കറ പുരണ്ടിട്ടില്ല എന്ന് ആത്മാഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം, മുനീർ സാഹിബ് ഒരു മുസ്ലിം ലീഗുകാരനാ. അതുകൊണ്ട് തന്നെ പാർട്ടി അയാളെ കൈവിടില്ല എന്ന് മാത്രമല്ല, CH വെച്ച ഭവനം അല്ലേ, CH ഉണ്ടാക്കിയത് ഒന്നുകൂടി നവീകരിക്കാൻ വേണ്ടിയാണ് മുനീർ സാഹിബിന് ലോൺ എടുക്കേണ്ടി വന്നത്. ആ CHൻ്റെ പാദസ്പർശമേറ്റ മണ്ണ് അങ്ങനെ ഒരു ബാങ്കുകാരനും വിട്ടുകൊടുക്കില്ല എൻ്റെ പാർട്ടി എന്നുള്ള ആത്മാഭിമാനവും ഉള്ളിലുണ്ട്. ഞാനിവിടെ പറയുന്നത് പാർട്ടി ഇതുവരെ സ്വരൂപിച്ച പാർട്ടിയുടെ പ്രവർത്തന ഫണ്ടോ മറ്റുള്ളതോ ഒന്നും ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ട. മറിച്ച് പാർട്ടി ഇപ്പം ചെയ്യേണ്ടത് വളരെ കൃത്യമായിട്ട് ആവശ്യമുള്ളത് ഒരു 50 ലക്ഷം രൂപയാണ് അല്ലേ. ആ 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ CHൻ്റെ മണ്ണ്, CHൻ്റെ വീട്, മുനീർ സാഹിബിൻ്റെ മണ്ണ്, മുനീർ സാഹിബിൻ്റെ വീട്, അതിനെ സംരക്ഷിക്കാൻ ഒരു 50 ലക്ഷം രൂപ വേണം അല്ലേ. ഇത് പാർട്ടിയുടെ പ്രവർത്തകരോട് പാർട്ടി ആവശ്യപ്പെടണം. എന്നിട്ടൊരു ക്രൗഡ് ഫണ്ടിങ് ഉണ്ടാക്കണം. മണിക്കൂറുകൾക്കകം ടപ്പാ 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 50 ലക്ഷമല്ലേ സാധാരണക്കാരൻ വെക്കും. കാരണം എന്താ, ഈ ഹരിത പതാക നെഞ്ചിലേറ്റിയവൻ്റെ ആത്മാഭിമാനമാണ് മുനീർ സാഹിബ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് പാർട്ടി അങ്ങനെ ഒരു വഴിക്ക് ചിന്തിച്ചാൽ മതി. പാർട്ടിക്ക് വേറെയും ഓപ്ഷനുകൾ ഉണ്ടാവാം. ഇനി ആ ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ വളരെ ബെറ്റർ. കാരണം മുനീർ സാഹിബ് വളരെ ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനാ. താൻ ഇങ്ങനെയും വലിയ ഒരു പ്രതിസന്ധിയിൽ വന്ന് നിന്നിട്ടും അത് പാർട്ടിയുടെ നേതൃത്വത്തോടോ പാർട്ടിയുടെ മെമ്പർമാരോടോ പാർട്ടിയുടെ പ്രവർത്തകരോടോ ഹരിത പതാക നെഞ്ചിലേറ്റുന്ന ഒരു വ്യക്തിയോട് പോലും മുനീർ സാഹിബ് പങ്കുവച്ചില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുകയാ അല്ലേ. ഞാൻ പറയുന്നു, കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ മാത്രം നേതാക്കന്മാർക്കല്ല, ഈ ലോകത്തിലെ തന്നെ എല്ലാ ജനപ്രവർത്തകർക്കും അല്ലേ, ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കൾക്കും എല്ലാവർക്കും ഒരു മാതൃക മുനീർ സാഹിബിലുണ്ട്. അയാളുടെ മാതൃക ആരാ? അയാളുടെ പിതാവ് CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ആദരണീയനായ രാഷ്ട്രീയ നേതാവ്. തൻ്റെ പിതാവിൻ്റെ പാതയിലൂടെ നടന്ന് നീങ്ങാൻ മുനീർ സാഹിബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതമൊന്നും നമുക്ക് ഇല്ല. കാരണം ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അയാളുടെ ആ വ്യക്തിയുടെ ഹീറോ അയാളുടെ അച്ഛനായിരിക്കും, അയാളുടെ വാപ്പയായിരിക്കും, അയാളുടെ ഉപ്പയായിരിക്കും, അയാളുടെ പിതാവായിരിക്കും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? വളരെ കൃത്യമല്ലേ? കാരണം CH മുഹമ്മദ് കോയ പാർട്ടിക്ക് വേണ്ടി ജീവിച്ചു അല്ലേ. അവസാനം ഈ ലോകത്തോട് വിട പറയുമ്പോൾ CHൻ്റെ ബാലൻസ് ഷീറ്റും 0 ആയിരുന്നു. അല്ല, CHൻ്റെ ബാലൻസ് ഷീറ്റും മൈനസ് ആയിരുന്നു, നഷ്ടങ്ങളായിരുന്നു, ബാധ്യതകളായിരുന്നു അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പാർട്ടി ഇതിനെക്കുറിച്ച് നല്ല ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്, നല്ല ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി പാർട്ടിയുടെ മുമ്പിൽ ഒരു വഴികളില്ലാതെയില്ല, ഒരുപാട് വഴികളുണ്ട്, സൊല്യൂഷനുകൾ ഒരുപാടുണ്ട്. ഇനി ഇൻ കേസ് പാർട്ടി പറയുക പാർട്ടിക്ക് മുന്നിൽ ഒരു വഴിയും പെടുന്നതിനെ തെളിയുന്നില്ലെങ്കിൽ കേരളത്തിലെ ഹരിത പതാക നെഞ്ചോട് ചേർത്ത ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരോട് ഒരു ചെറിയ ഒരാവശ്യം, 50 ലക്ഷമല്ലേ ടപ്പാ എന്ന് പറഞ്ഞിട്ട് വിത്തിൻ സെക്കൻഡ് അത് ഈ പ്രവർത്തകര് മുനീർ സാഹിബിന് വേണ്ടി, CH മുഹമ്മദ് കോയക്ക് വേണ്ടി, ഈ പാർട്ടിക്ക് വേണ്ടി വളരെ കൃത്യമായിട്ട് വിത്തിൻ സെക്കൻഡ് അത് കാര്യങ്ങൾ സജ്ജമാക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്.
അപ്പോൾ പറഞ്ഞു വന്നത് വലിയ സങ്കടം തോന്നി, വലിയ വേദനയും. കാരണം എൻ്റെ നേതാവ്, നമ്മുടെ കൂട്ടത്തിൽ വീടുകളില്ലാത്തവരുണ്ട്, ഒരു ഇഞ്ച് സ്ഥലം സ്വന്തമായി ഇല്ലാത്തവരുണ്ട്, വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട്, ഇന്നും ഉണ്ട്. പക്ഷേ അവനും നൽകും മുനീർ സാഹിബിന് വേണ്ടിയിട്ട്. എന്താ കാര്യം? മറ്റൊന്നുമല്ല, ഈ പാർട്ടി, ഈ പ്രസ്ഥാനം ഹരിത പതാക നെഞ്ചോട് തേത്തി എന്നുള്ളത് തന്നെ ഒരൊറ്റ കാരണമെന്ന് പറയുന്നത്. അതിനപ്പുറം മറ്റ് കാരണങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ കൂട്ടുകാരെ, അല്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത്, പാർട്ടി വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ഇൻ കേസ് ഒരു പോസിബിലിറ്റി, 99% ആ പോസിബിലിറ്റിക്കുള്ള ചാൻസ് ഇല്ല, എന്നാൽ ഒരു 1% ചാൻസ് വേണമെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് വെക്കുന്നത്. കാരണം പാർട്ടിക്ക് അങ്ങനെ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ ആവശ്യം വരില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അങ്ങനെ ഒരാവശ്യമുണ്ടെങ്കിൽ പാർട്ടി ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരോട് ഒരൊറ്റൊരു വാക്ക്, പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമ്മുടെ മുനീർ സാഹിബിന് വേണ്ടി എന്നുള്ള ഒരു വാക്ക്, അതിനപ്പുറത്തേക്കൊന്നും പറയണ്ട. പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമ്മുടെ മുനീർ സാഹിബിന് വേണ്ടി എന്ന് മാത്രം. ഇനി മുനീർ സാഹിബിന് വേണ്ടി എന്ന് പറയാൻ പ്രശ്നമുണ്ടെങ്കിൽ അതും പറയണ്ട. നമ്മുടെ നേതാവ് മൺമറഞ്ഞു പോയ CH മുഹമ്മദ് കോയക്ക് വേണ്ടി, ഇനി അതിനും പ്രശ്നമുണ്ടെങ്കിൽ കോഴിക്കോട്ട് സൗത്തിലെ ഈ ക്രസന്റ് ഹൗസ് അത് പാർട്ടിയുടെ കേന്ദ്രമായിരുന്നു എന്ന് മുതൽ, CHന്റെ കാലം മുതൽ. ഇനി വേണമെങ്കിൽ അങ്ങനെ പറയാം, പാർട്ടിയുടെ ആസ്ഥാനമായ ക്രസന്റ് ഹൗസിന് വേണ്ടി എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ നിങ്ങൾ. അങ്ങനെ പറഞ്ഞിട്ട് ഒരൊറ്റ വാക്ക്, അതിനപ്പുറത്തേക്ക് ഒരു ചില്ലിക്കാശിൻ്റെയും കണക്കോ വിവരങ്ങളോ ഒന്നും പറയണ്ട. 50 ലക്ഷം ടാർഗറ്റ് എത്തുമ്പോൾ അവിടെ നിർത്തിക്കോ, അവിടെ ക്ലോസ് ചെയ്തു അക്കൗണ്ട്, അത്ര മതി, അവിടെ വരെ മതി എന്നാണെങ്കിൽ. ഇനി 1 കോടിയിലേക്ക് വേണമെങ്കിൽ അങ്ങനെ എത്രയാണോ ടാർഗറ്റ്, ആ ടാർഗറ്റിലെത്തുമ്പോൾ അവിടെ നിർത്തിക്കൊള്ളണം. അത്രയേ ഉള്ളൂ. അതിനപ്പുറം വേറെ ഒരു കണക്കിൻ്റെയോ കാര്യത്തിൻ്റെയോ ആവശ്യമില്ല. ജനം നൽകും, ഈ ഹരിത പതാക നെഞ്ചോട് ചേർത്ത ഈ സമുദായം നൽകും മുനീർ സാഹിബിന് വേണ്ടിയിട്ട്, CH മുഹമ്മദ് കോയക്ക് വേണ്ടിയിട്ട്, പാർട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് മുനീർ സാഹിബിനെ അങ്ങനെ നമുക്ക് കൈയൊഴിയില്ല. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് പറയണമല്ലോ. നമ്മുടെ വികാരങ്ങൾ നമ്മൾ പറയുക തന്നെ വേണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. മുനീർ സാഹിബിനെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ന് ഫൈസൽ ബാബുവിൻ്റെ തന്നെ ഒരു പ്രതികരണം കേട്ടു. ജപ്തി നോട്ടീസ് വെറും സാങ്കേതികം മാത്രമാണ്, അതിനെക്കുറിച്ച് ആരും വലിയ വെപ്രാളവോ വേവലാതിയോ ആശങ്കയോ വേണ്ട. കാരണം എന്താ? അത് മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്, ഈ പാർട്ടിയുടെ നേതാവാണ്. അതുകൊണ്ട് തന്നെ ആരും വെപ്രാളപ്പെടുകയോ ആശങ്കയോ ഒന്നും വേണ്ട. പാർട്ടി അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് ഫൈസൽ ബാബു തന്നെ പറയുന്നു. പക്ഷേ മുനീർ സാഹിബിൻ്റെ വാക്കുകൾ നിങ്ങൾ നോക്കിയേ. ആ മനുഷ്യൻ്റെ അഭിമാനമുള്ളത് കൊണ്ട്, താൻ ഞാൻ വ്യക്തിപരമായി വരുത്തി വെച്ച ബാധ്യത ആയതുകൊണ്ടും പാർട്ടിയോട് പറയാൻ എൻ്റെ അഭിമാനം അനുവദിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. പറയുന്ന വ്യക്തി പഞ്ചായത്ത് പ്രസിഡന്റോ മുനിസിപ്പൽ ചെയർമാനോ കോർപ്പറേഷൻ ചെയർമാനോ ഒന്നുമല്ല, അതിനേക്കാളൊക്കെ ഉപരി കേരളത്തിൻ്റെ മന്ത്രി കസേരയിൽ ഇരുന്ന വ്യക്തിയാണ് പറയുന്നത്. 50 ലക്ഷം രൂപ തികച്ചെടുക്കാൻ, എന്തിനാ 50 ലക്ഷം? EMI അടക്കാൻ ഉണ്ടായില്ല, സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പാർട്ടിയോട് പറയാൻ, ഇത് പാർട്ടിയുടെ പ്രശ്നമല്ല, ഇത് എൻ്റെ വ്യക്തിപരമാണ്. പക്ഷേ മുനീർ സാഹിബ്, നിങ്ങൾ അതങ്ങനെ പറയുമ്പോഴും ഈ പ്രവർത്തകന്മാരുടെ നെഞ്ച് പൊട്ടുകയാ. ഇത് പാർട്ടിയുടെ തന്നെ പ്രശ്നമാണ്. ഇത് ഈ ഹരിത പതാക നെഞ്ചിലേറ്റിയവൻ്റെ പ്രശ്നമാണ്. അങ്ങനെ ആ ക്രസന്റ് ഹൗസ് അങ്ങനെ ജപ്തി ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ സമ്മതിക്കുമോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്താൻ നമ്മൾ സമ്മതിക്കില്ല, ആരെയും സമ്മതിക്കില്ല. ഉറപ്പായിട്ടും ഈ പാർട്ടി മുനീർ സാഹിബിനോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം.